ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര പത്തനംതിട്ടയിലെ താജ്മഹലിലേക്കാണ് യാത്ര. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടാലോ. ഇവിടെ വരാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആണത് കേട്ടോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കുറച്ച് സമയം ചെലവഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഇവിടെ. അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോയാലോ. കയറി ചെല്ലുമ്പം തന്നെ താജ്മഹൽ കാണാൻ പറ്റും. രാവിലെ പോകുന്നതിനേക്കാളും നല്ല ഭംഗി ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് രാത്രിയിലത്തെ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരെ ഉള്ളത് കൊണ്ടാണ് പോകാൻ ബുദ്ധിമുട്ട്, രാത്രി ആയതുകൊണ്ട്. ഞാനും പത്തനംതിട്ടക്കാരി അനിലയും കൂടെ ആയിരുന്നു പോയത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പോയത്. അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും മാങ്ങയുടെ മണമാണെന്നറിയാവോ. ഭയങ്കര മണമെന്ന് വെച്ചാൽ മണം. ഒരുപാട് മാങ്ങയുണ്ട്. നല്ല വിലക്കുറവാണ്, നല്ല ടേസ്റ്റ്. എല്ലാ മാങ്ങയും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. അങ്ങനെ മാങ്ങ കഴിച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ അവിടെ ചെന്നപ്പോഴേ ഞങ്ങളുടെ വയറ് നിറയെ പോലൊക്കെ മാങ്ങ. ചോദിക്കണ്ട, ചെല്ലുമ്പം മാങ്ങകളിങ്ങനെ പുളി അവർ തന്നുകൊണ്ടേ ഇരിക്കും. എല്ലാ മാങ്ങയും നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല മാങ്ങ എന്ന് വെച്ചാൽ നല്ല മധുരമുള്ള മാങ്ങ. അത്രത്തോളം മധുരമുള്ള മാങ്ങ. നമ്മൾ വിചാരിക്കും അത്രയ്ക്ക് മധുരമില്ലെന്ന് വിചാരിക്കും. പല വെറൈറ്റി മാങ്ങകളുണ്ട്. എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അവിടുന്ന് നമ്മൾ പോകുന്നത് പെറ്റ്സാണ്. ഇവിടെ കുറേ പെറ്റ്സ് ഉണ്ട്. ഇതിങ്ങനെ അടഞ്ഞു കിടക്കുക ആയതുകൊണ്ട്, ഇതിനെല്ലാം ഇങ്ങനെ തുറന്നങ്ങ് വിട്ടേക്കുക. അടഞ്ഞു കിടക്കുക ആയതുകൊണ്ട് ഭയങ്കര സ്മെല്ല്, സത്യം പറയാമല്ലോ. അത് ഓപ്പണായിട്ട് ഇടാൻ പറ്റത്തി, ഇതുങ്ങളെല്ലാം പറന്നു പോകത്തില്ലേ. പക്ഷെ ഭയങ്കര സ്മെല്ലാണ്. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ പറ്റുള്ളൂ അവിടെ. ഒരുപാട് പക്ഷികളാണെങ്കിലും ഒരുപാടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും കേട്ടോ. ഒരാൾ കണ്ടു ഒരു പേടിയും ഇല്ലാതെ ഒരു പാമ്പിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന കണ്ടോ. കാണുമ്പം തന്നെ പേടിയായിപ്പോയി. 50 രൂപ. ആ ഒരു പാമ്പിനെയൊക്കെ എടുക്കുന്നതിനും കിളിയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നതിനും ഒക്കെ 50 രൂപയുള്ളൂ. ഇത് കണ്ടോ, പോക്കറ്റ് മങ്കിയാണ്, പോക്കറ്റ് മങ്കി. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. കുഞ്ഞു കോഴികളും മുതൽ കുഞ്ഞു കിളികളും ഒക്കെയുണ്ട് ഇവിടെ. പിന്നെ അവിടുന്ന് നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വെറൈറ്റി അച്ചാറിൻ്റെ ഒരു ലോകമാണ് അവിടെ. അച്ചാർ, എനിക്ക് ഈ അച്ചാർ ഇഷ്ടമല്ല. കാരണം ഇത് മസാലയാണ്, ഗരം മസാല അങ്ങൊക്കെ ചേർത്തൊരു അച്ചാറാണ്. എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ വെറൈറ്റി ഉണ്ട്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും, ടേസ്റ്റ് ചെയ്തില്ല. പിന്നെ അവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഇതാ കണ്ടില്ലേ, മൊബൈലിൻ്റെ കുറേ ആക്സറീസ് ഉണ്ട്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പേനയും കുഞ്ഞുങ്ങളുടെ ഒരുപാട് കളിപ്പാട്ടങ്ങളും പിന്നെ മേക്കപ്പ് ഐറ്റംസും കമ്മലും പൊട്ടും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളിലെല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലൊക്കെ എല്ലാ സാധനങ്ങളുണ്ട്. ഇത് കത്തി, പിന്നെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയും അപ്പച്ചട്ടിയും തവയും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ഉള്ളത് സാധനങ്ങളും. പിന്നെ അവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറേ സാധനങ്ങളുണ്ട്. ഒരുപാട് വിലയൊന്നുമില്ല, അത്യാവശ്യം വിലക്കുറവ്, നല്ല വിലക്കുറവൊക്കെ ഉണ്ട്. ഇതാ കണ്ടോ, ഇത് വെറൈറ്റി അലുവയും എണ്ണ പലഹാരങ്ങളും. പിന്നെ ഇത് വിത്തുകളുടെ ഒരു ലോകമാണ് അവിടെ. ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കഥാപുസ്തകങ്ങളൊക്കെ കേട്ടോ, നല്ല വിലക്കുറവടൊക്കെ, നല്ല കഥാപുസ്തകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കെമിക്കലൊന്നും അടങ്ങിയിട്ടില്ലാത്ത ഷാമ്പൂന്നും ക്രീമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഒന്നാമത് 437 കൂടെ ഉള്ളൂ, അത് കളയേണ്ട കാര്യമുണ്ട്. പിന്നെ വാച്ചും, പിന്നെന്താണ് അതാ കണ്ടില്ലേ, ബേക്കറി ഐറ്റംസ് ഇഷ്ടം പോലൊക്കെ. ബേക്കറി പഴയകാല മുട്ടായികളും ഇതൊക്കെ ഉണ്ട് അവിടെ. പുളിമുട്ടായി, കല്ലുമുട്ടായി, ബീഡി മുട്ടായി, ഗ്യാസ് മുട്ടായി, നാരങ്ങ മുട്ടായി, എന്തൊക്കെ മുട്ടായികളുണ്ട്. അതെല്ലാം പഴയ കാലത്തെ മുട്ടായിയൊക്കെ കണ്ടോ. തേൻ മുട്ടായി, അങ്ങനെ കുറേ മുട്ടായികളുണ്ട്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകാണ്ട് അവൾ ഏതാണ്ട് ബീഡി മുട്ടായിയൊക്കെ എടുത്ത്, അവൾ ഒരു തരത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അവൾ ഉദ്ദേശിക്കുന്നില്ല. അവൾ കൊച്ചു പിള്ളേരെ പോലെ കാണുന്ന മുട്ടായി എല്ലാം പിറക്കി എടുക്കുമായിരുന്നു. പിന്നെ അവളെ ഞാൻ അവിടുന്ന് ഒരു തരത്തിലാണ് അവിടുന്ന് ഇപ്പുറത്തോട്ടൊന്ന് കൊണ്ടുവന്നത്. ഒരു തരത്തായിട്ട് ബീഡി മുട്ടായി എടുത്ത്, ബീഡി മുട്ടായി 10 രൂപയായിരുന്നു തോന്നുന്നു ബീഡി മുട്ടായി എടുത്തവൾ. കാണുന്ന എല്ലാം പൊക്കി കാണിച്ചുകൊണ്ടിരിക്കണ്ടില്ലയോ. അത് പുളിമുട്ടായി അല്ല, കല്ലുമുട്ടായി എന്ന് തോന്നുന്നു. കല്ലുമുട്ടായി, അത് പുളിമുട്ടായി.
അതെന്തുവായിരുന്നു ഏതാ ഒരു പഴയകാല മുട്ടായികളൊക്കെയാണ്. അതിൽ ഒരുപാട് മുട്ടായികളുണ്ട് കേട്ടോ. ഞാനൊന്നും വാങ്ങിച്ചില്ല. എന്തിനാ വയറ് കേടാക്കുന്നതെന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല. എന്നാലും മുട്ടായിയൊക്കെ തിന്നുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് മുട്ടായിയൊന്നും ഇപ്പോൾ ഇഷ്ടമല്ല. പണ്ടൊക്കെ എന്തോരം മുട്ടായിയൊക്കെ കഴിക്കാമായിരുന്നു. അങ്ങനെ കുറേ മുട്ടായികളൊക്കെ അവൾ എന്തൊക്കെയോ ബീഡി മുട്ടായൊക്കെ എടുത്തു. ഒരു സമാധാനമില്ല. അവൾ കാണുന്ന എല്ലാം വാരിയെടുക്കും. കൊച്ചു പിള്ളേരെ പോലൊക്കെ ഒരു തരത്തിൽ പിന്നെ അവളെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ കണ്ടില്ലേ തറയൊക്കെ കഴുകുന്ന ലോഷന്. അപ്പം എൻ്റെ പൊന്നോ, അവിടുന്ന് ഞങ്ങൾ കഴിക്കാനൊന്ന് കയറിയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. വലിയ പ്രതീക്ഷയോടുകൂടി കഴിക്കാൻ കയറിയതാണ്. പിന്നെ ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇത് കോളിഫ്ലവർ ഫ്രൈയും പിന്നെ മുളക് ബജി. തമ്പുരാനെ, മുളക് ബജി എന്ന് വെച്ചാൽ പാണ്ടി മുളകിൻ്റെ ബജിയായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ ആക്രാന്തം കൊണ്ട് 2 പേരും കിട്ടാണ്ട് അവളും കഴിച്ചു, ഞാനും കഴിച്ചു. വായെല്ലാം കൂടെ പുകഞ്ഞൊരു പരുവായി. പിന്നെ ഞങ്ങൾ അവിടെ പോയി ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. ഭയങ്കരം എരിയെന്ന് വെച്ചാൽ ഭയങ്കര എരി. ഇത് ബോംബെ പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളോട് പറയുമ്പോൾ ചെയ്യും, എന്തൊരു എരിയ, മനുഷ്യനെ കൊല്ലാനാണോ, പാണ്ടിമുളകും കൊണ്ടാണോ വെച്ചതെന്ന്. അപ്പോൾ അവർ ഊട്ടിമുളകാന്ന് പറഞ്ഞു. ഭയങ്കര എരിയെന്ന് വെച്ചാൽ ഭയങ്കര എരിയെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് എരി. വായും ചെറിയ എല്ലാം പുകഞ്ഞ അതുപോലെ കാരണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും കളിക്കാനുള്ള കുറേ ഗെയിമുണ്ട് അവിടെയൊക്കെ. ഞങ്ങളൊന്നും കളിച്ചതൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് അതാ കണ്ടോ അവിടെയുണ്ട്, അതും ഗെയിമാണ്. അത് പിന്നെ ലാസ്റ്റാണ്. അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കുഞ്ഞിനെ അവിടെ വയ്യാത്തതിന് അവർ കുറേ ബേക്കറി സാധനങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.